ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, സെറ്റാണ് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതെ അതെ, വീഡിയോസ് പിന്നാലെ വന്നോണ്ട്. അതെ പിന്നാലെ 7:30ക്ക് നമ്മളിവിടെ ഇറങ്ങുന്നു പറഞ്ഞു. 7:45 നമ്മളിവിടെ ഇറങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലാം. നമ്മൾ ഈ ഡ്രസ് മാറാൻ, ഷർട്ട് ഇടാം, മേക്കപ്പിന് കയറാണ്. ചെന്ന പക്ഷെ നമ്മൾ മേക്കപ്പ് കാണിക്കുന്നതാണ്. 10-11 മണി തൊട്ട് മേക്കപ്പ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഓർണമെന്റ്സ് ഒക്കെ വലിച്ചു കയറ്റി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അരങ്ങേറ്റം വ്ളോഗ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഒരു 7:30 ആയപ്പോഴേക്കും, 7:30 കഴിഞ്ഞു, ഒരു 7:40 ആയപ്പോഴേക്കും നമ്മൾ അമ്പലത്തിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഗുരുവായൂർക്ക് പോകാനായിട്ട് റെഡി ആയേക്കാണ്. നമ്മുടെ സാധനങ്ങളും എല്ലാവരും എടുത്ത് നമ്മൾ എല്ലാവരും നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മഴയായിരുന്നു. ഞങ്ങളെല്ലാവരും കുറച്ചൊന്ന് പേടിച്ചു. കാരണം ഈ മഴ ഇനി അവിടെ ഉണ്ടാവുമോ, അവിടെ എത്തുമ്പോൾ മഴയുണ്ടാവുമോ, ഇറങ്ങുമ്പോൾ മഴയുണ്ടാവുമോ എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു. ഭാഗ്യം കൊണ്ട് നമുക്ക് അവിടെ എത്തിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ നേരെ ഇറങ്ങി നമ്മുടെ സാധനങ്ങളൊക്കെ റൂമിൽ എത്തിച്ചു. പിന്നെ അത് ഒരു 10:30 ആയപ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 10:45 ഒക്കെ ആയപ്പോഴേക്കും നമ്മളെ മേക്കപ്പിനെ വിളിച്ചു. നമ്മുടെ മേക്കപ്പ് മാൻമാർ അതിനേലും നേരത്തെ എത്തി. അവിടെ സെറ്റായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഒരു 5 പേരുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാമെന്ന് സാറുമാർ. അപ്പോൾ അവരെല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും നമ്മളെ വിളിച്ചിട്ടുണ്ടായി. ഇനി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്. മെയിൻ കാര്യം വേറൊന്നുമല്ല, നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമുക്കൊന്നും ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്കിങ് പിന്നെ ഭയങ്കര കൂടുതലാണല്ലോ, എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓവർ തിങ്കിങ് ആയിരുന്നു. അപ്പം ഗൈസ്, നമ്മൾ മേക്കപ്പ് ചെയ്യാൻ അതെ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, പിറ്റേന്ന് രാവിലെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരിക്കും. രാവിലെ 6 മണിക്കായിരുന്നു നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ആ ക്ഷീണമൊന്നും നിങ്ങളുടെ മുഖത്ത് കാണരുത്. നിങ്ങൾ കളിക്കുമ്പോൾ ആ ക്ഷീണമൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് നിങ്ങൾ തലേദിവസം നേരത്തെ എല്ലാവരും ഉറങ്ങണം. പകൽ മാക്സിമം കിടന്ന് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും അതൊക്കെ കേട്ടിട്ടുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. ഉറങ്ങാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എക്സൈറ്റ്മെൻറ്റ് കാരണം കൊണ്ട് ആരും ഉറങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്ത്, ഇത്രയും നാൾ എഫോർട്ട് ഇട്ട്, കുറേ നമ്മളെല്ലാവരും ഇതിനു വേണ്ടി ഇത്രയും എഫോർട്ടൊക്കെ ഇട്ട് നിന്നിട്ട് നമുക്കത് മെയിനായിട്ട് ഈ സ്റ്റേജിലാണ് നമ്മുടെ പെർഫോമൻസ് കാണുന്നുണ്ട്. കാരണം ഇത്രയും നാൾ നമ്മളിട്ട് എഫോർട്ടും കാര്യങ്ങളും ബാക്ക് സ്റ്റേജിൽ നമ്മളെങ്ങനെ കളിക്കുന്നു കാര്യമൊന്നുമല്ല ഓഡിയൻസ് നോക്കാം. നമ്മൾ സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതാണ് നോക്കാം. അപ്പോൾ അതിന് പറ്റണം എന്ന് എല്ലാവർക്കും പോലെ ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോഹിനിയാട്ടം പഠിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ദക്ഷിണ വെച്ച് ഞാൻ ഒറ്റയ്ക്കായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അനു വന്നു. അതുപോലെ തന്നെ പിന്നെ ദേവിക വന്നു, ശരണ ചേച്ചി വന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു 4 പേരുടെ ഗ്രൂപ്പായിട്ടാണ് ഫോം ചെയ്തത്. ഈ 4 പേരും തന്നെ എല്ലാവരും സ്റ്റേജിലേക്ക്, അതായത് എല്ലാവരും അരങ്ങേറ്റം അറിയുമ്പോൾ തന്നെ ആ ഗ്രൂപ്പായിട്ട് തന്നെ തുടങ്ങി എല്ലാവർക്കും ചെയ്യാൻ പറ്റി എന്ന് തന്നെ പറയുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. ആ ഗ്രൂപ്പ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ലാസ്റ്റ് വരെ. പിന്നെ ടീച്ചറും അതുപോലെ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴായാലും അതുപോലെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ടൈമും ഇതൊക്കെ കുറേ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് മാറ്റിയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഡാൻസ് പഠിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാമ്പാമ്പോട്ട് ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത്, പാമ്പാമ്പോട്ട് ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് ദേവാംഗന നാട്യഗ്രഹത്തിലാണ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, നാടോടി നൃത്തം എന്നിവയെല്ലാം പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഫേസ് മേക്കപ്പും ഹെയറും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫേസ് മേക്കപ്പും ഹെയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ട്രാൻസിഷൻ റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് പുറത്താണെങ്കിൽ നല്ല മഴയാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീഡിയോയിൽ. കാരണം മഴയുടെ സൗണ്ട് കാരണം ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാതിരുന്നപ്പോഴാണ് ഒന്നും കേൾക്കണില്ല, പറയണത് സൗണ്ട് ഒന്നും ക്ലിയർ അല്ല. അപ്പോൾ നല്ല മഴയാണ് പുറത്തപ്പോൾ ആ ഒരു ടെൻഷനിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവമേ, ഇത്ര മഴയായി കഴിഞ്ഞാൽ എങ്ങനെ പോവും, മേക്കപ്പ് ഇട്ടിട്ട് എങ്ങനെ പോവും എന്നൊക്കെ പറഞ്ഞ് 2 മണി കഴിഞ്ഞു, 2:30 കഴിഞ്ഞിട്ട് മഴയൊന്നും നിൽക്കുന്നുണ്ടായില്ല. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇടയുടെ കൂടെ നമ്മളിത് നമ്മുടെ ഹെയറിൽ വെക്കാനുള്ള നെറ്റിച്ചുട്ടി, സൂര്യൻ, ചന്ദ്രൻ, അതേപോലെ തന്നെ കമ്മൽ, മാല, പിന്നെ ബ്ലൗസൊക്കെ ഇട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ഹെയറിൽ മുല്ലപ്പൂ വെച്ചു. ഇനി നമുക്ക് മൂക്കുത്തി ഉണ്ട്, അതേപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇടാനുണ്ട്, കയ്യിൽ അലത്തിടാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ലാസ്റ്റത്തേക്ക് വെച്ചേക്കണം. ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് സെറ്റായി. ഒരു 3:30
മൂന്നര ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ലിപ്സ്റ്റിക്കും മൂക്കുത്തിയും അതേപോലെ തന്നെ അലത്തിയും കൂടി ഉള്ളൂ. പിന്നെ കയ്യിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുത്തിയെടുക്കണം, അതുപോലെ കൈ വേറെ കളറായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി ഉള്ളൂ. അപ്പോൾ അതിനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിശപ്പുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ റെഡി ആവണതിൻ്റെ ഇടയ്ക്കൂടെ കറണ്ട് പോയി. അത് വേറെ കറണ്ട് പോയപ്പോൾ ദേശാറിൻ്റെ ചേച്ചിയുടെ പ്രഹസനാണ് നിങ്ങൾ വീഡിയോയിൽ കൂടെ കാണുന്നത്. പിന്നെ നമ്മൾ ഗ്ലൂക്കോസ് പൊടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്ലൂക്കോസ് പൊടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം ഒരു എനർജറ്റിക് ആയിരുന്നു. പിന്നെ അൽത്ത ഇടാനായിട്ട് അനുവാണ് നമുക്ക് അൽത്തിട്ട് തരുന്നത് എല്ലാവർക്കും. കാലുമേ ഫസ്റ്റ് തന്നെ ദേവികയാണ് അൽത്തിടാനായിട്ട് ഇരുന്നേക്കുന്നത്. പിന്നെ മാഷ് നമുക്ക് എല്ലാവർക്കും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കാലുമേ അലത്തേക്കിട്ട്. പിന്നെ നമ്മൾ റെഡി ആയപ്പോഴേക്കും മഴയൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 4 മണി 4:15 ആയപ്പോഴേക്കും, 4:15 ഒരു 5 മണിയൊക്കെ ആയി തോന്നുന്നു, 4:30 കഴിഞ്ഞ് 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഗുരുവായൂർക്ക് നടന്നാണ് പോകുന്നത്. അത് എല്ലാവരും കൂടി ഒരുമിച്ച് നടന്ന് പോയി. അവിടെ നമ്മളങ്ങനെ നമ്മുടെ സ്റ്റേജിലെത്തി, ഗുരുവായൂരപ്പനെ തൊഴുത് നമ്മൾ സ്റ്റേജിലെത്തി. ഫസ്റ്റ് തന്നെ ദക്ഷിണ വയ്ക്കലായിരുന്നു. നമ്മുടെ ഗുരുക്കന്മാർക്കൊക്കെ ദക്ഷിണ വെച്ച്, പാരൻസിനും ദക്ഷിണ വെച്ച്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ പ്രോഗ്രാമായിരുന്നു ചൊൽക്കെട്ട്. മോഹിനിയാട്ടത്തിലെ ചൊൽക്കെട്ടായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റത്തെ ഐറ്റം. ചിറ്റ വന്നു. എന്റെ ഗുരു. അതെ, ഇതാണ് എന്റെ ശിഷ്യ. ശിഷ്യയുടെ അരങ്ങേറ്റം കഴിഞ്ഞു. അതെ, ചെയ്തതാണ് അഭിപ്രായം. അതെ, അനുഗ്രഹത്താണ് നന്നായി ചെയ്തു. ഇനിയും എന്താ പറയാ, ഉയരങ്ങളിലെത്തണം. കലാപരമായ കഴിവുകൾ ഇനിയും വരട്ടെ. വേദികൾ ശരണേജി എങ്ങനെയുണ്ടായി?
നന്നായിട്ട് സൂപ്പറായിരുന്നു. അതെ, തലവേദന വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. അമ്മ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പരിപാടി? അടിപൊളിയായിരുന്നു. ഇഷ്ടായ? അടിപൊളി, ഇഷ്ടായി. ഈ ലുക്കിൽ എങ്ങനെയുണ്ട്? അടിപൊളി, എല്ലാവരും നന്നായി കളിച്ചു. ഭഗവാനെ 1000 നന്ദി. നല്ല മഴയായിരുന്നു. ഞങ്ങള് ഇന്നലെ തുടങ്ങി നല്ല മഴയായിരുന്നു. പക്ഷെ പരിപാടിയുടെ ആ സമയത്ത് ഭയങ്കര മഴയൊക്കെ കുറഞ്ഞ് ഫോട്ടോസ് ആയാലും എല്ലാ അനുദക്ഷിണൊക്കെ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ കൊടുക്കാൻ പറ്റി. ഗൈസ്, എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ദേവിയെ വീഡിയോ കിട്ടാൻ നല്ല കോലം. മേക്കപ്പുകൾ എടുക്കില്ല. 7 മണിക്കൂറത്തെ മേക്കപ്പാ. ചുണ്ടിരിക്കാനൊക്കെ അത് കാണുമ്പോൾ ഒരു ആശ്വാസം. കാരണം ഇപ്പൊ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങുന്ന സമയത്തും കയറാനും മഴയില്ല. അതെ, വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അത് കൈയടിച്ച് ആർമാടിച്ച് തുടങ്ങാം. തുടങ്ങി.